എന്ത് പ്രശ്നം കണക്കാണ് തെറ്റിയേ? 15 റുപ്യക്ക് എന്താണ്ട്? 3 റുപ്യ ആണെങ്കിൽ സ്കൂൾ ബൂട്ടായിട്ട് ഒരുപാട് കച്ചവടങ്ങളൊക്കെ പുതിയതായിട്ട് ഇറങ്ങിട്ടോ. ഇപ്പൊ നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പൊ. സാധനങ്ങൾക്ക് എന്താ കുറച്ച് കുറവാണല്ലോ? എന്താ മറ്റേ ബുൾബുൾ മിഠായി, ബുൾബുൾ മിഠായി ഇതെന്താ നറുക്കെടുപ്പോ? നറുക്കെടുപ്പിന് എത്ര റുപ്യ? ഇതെന്താ സാധനം? എന്താ സാധനം? 3 എടുക്ക എടുത്തോ. ഇതെത്ര ബുൾബുൾ മിഠായിക്ക് എത്ര? 1 റുപ്യ. നമുക്ക് എന്താ കിട്ടിയ ജ്യൂസാ? എനിക്ക് കിട്ടിയ ഒന്നുമില്ല. എനിക്ക് വേറെ സാധനം ഇതിട്ട്. എന്ത് കിട്ടിയില്ല? ഇതിട്ട്. ഇതെന്താ പറ്റുണ്ടോ അവിടെ? കടം പറഞ്ഞു പോലെ. പിന്നെ ബുക്കൊക്കെ 52 ഒരു 2 കൂടി എടുത്താണ്. എനിക്ക് ഒരെണ്ണം മതി. ബാക്കി വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ കച്ചവടങ്ങൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഒരുപാട് കാണും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു ടൈം പാസിനെങ്കിലും ഒന്ന് കയറിയിട്ട് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി എൻ്റെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം വെച്ചാൽ ഇവർക്കൊരു പ്രചോദനമാണിത്. തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ഫോണിലൊക്കെ കളിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇതുപോലെ പഴയ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം കൂടിയാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ ഐസ് കച്ചവടം ചെയ്തിരുന്നു. തലയിൽ ഐസ് ഇങ്ങനെ വെച്ചിട്ട് പെട്ടിയിലാക്കിയിട്ട് അന്ന് പെട്ടിയിട്ട് തെർമോകോളിൽ പെട്ടിയിൽ വെച്ചിട്ട് അതിൽ എന്നിട്ട് ഐസേ എന്ന് പറഞ്ഞിട്ട് നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ സൈനുദ്ദീനാക്കാരൻ്റെ കാക്കുണ്ടായിരുന്നു. കാക്ക ഒരു വർഷം ഇപ്പോഴും അത്ര ഇപ്പോൾ എനിക്ക് എത്ര വയസ്സായി, 40 വയസ്സോളായി. അന്ന് ആ ചെറുതാകുമ്പോൾ എനിക്കുണ്ടായ അനുഭവം ഇപ്പോഴും ഞാൻ മറന്നില്ല. കാരണം എന്താ വെച്ചാൽ എന്നോട് സൈനുദ്ദീനാക്ക പറഞ്ഞിട്ട് എനിക്ക് ഈ ഐസൊന്നും വേണ്ടിയിട്ടല്ല, എനിക്ക് ഇതിലുള്ള ഐസ് മുഴുവനും വേണം, ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് പോയി. കാരണം നീ നാളെയും കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് സൈനുദ്ദീനാക്ക പറഞ്ഞത്. സൈനുദ്ദീനാക്ക എപ്പോഴും ജീവിച്ചിട്ട് സൈനുദ്ദീനാക്ക ഒരു പക്ഷേ ഓർമ്മ ഉണ്ടാവില്ല. എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ അത് പോയില്ല. അത് കാരണം കുട്ടികൾക്കൊരു പ്രചോദനം എടുക്കണം. ഞാൻ ആ കച്ചവടത്തിലൂടെ തന്നെ ഇന്നും എൻ്റെ ജീവിതമാർഗ്ഗം കച്ചവടം തന്നെയാണ് കേട്ടോ. എല്ലാവരും കച്ചവടത്തിലൂടെ പോകണമെന്നല്ല, എല്ലാവർക്കും പല പല മാർഗ്ഗങ്ങളിലേക്ക് പോകാം. എന്നാലും കച്ചവടം അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയൊരു കാര്യം കൂടി തന്നെയാണ്.